ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ ഈ ലേഖത്തിൻ്റെയും തൈലത്തിൻ്റെയും കാര്യം പറയലാണ് ഉദ്ദേശം. ഇത് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിലിടക്ക് വേറെ എന്തെങ്കിലും വാക്കുകൾ കയറി വരുമ്പോൾ അപ്പോൾ ആ ഭാഗം മറക്കും. വയസ്സായില്ലേ, അങ്ങനെയാണ് പലതും കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ഈ ലേഖം തൈലം എന്ന് പറഞ്ഞാൽ ഈ ലേഖം ശരീരത്തിലുള്ള സർവ്വരോഗങ്ങൾക്കും ഫലപ്രദമാണ്. എന്ന് വെച്ചാൽ അതിന് ഓരോരോ രോഗത്തിനും ഓരോരോ കൂട്ടുകിടലുമുണ്ട്, ആടിയേണ്ടതുണ്ട്. മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നമ്മുടെ ആമാശയം നമ്മുടെ ആമാശയം ശരിയായി, നമ്മുടെ രക്തം ശരിയായി, നമ്മുടെ രോഗത്തിൽ നിന്ന് എന്തായി രോഗമുക്തി. നമ്മുടെ ആമാശയം, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലെന്ന് പറയുന്നത് ശരിക്കും ഒരു സേഫ്റ്റി ടാങ്കിയാണ്. ഇപ്പോൾ നമ്മളൊരു പുതിയ വീടുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും അതിൽക്ക് ഈ പുതിയ വീടുണ്ടാക്കി ആ സേഫ്റ്റി ടാങ്കിൽ അണുക്കൾ വന്നിട്ടാണ് നമ്മുടെ വയറ്റിലേക്ക്, നമ്മുടെ ഈ സേഫ്റ്റി ടാങ്കിലേക്ക് തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് മലം അത് നശിപ്പിച്ചിട്ട് അതിനെ ആ ടാങ്കിക്ക് ദീർഘകാലം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൽ അണുക്കളുള്ള കാരണത്താലാണ്. ആ അണുക്കളാണ്, ആ ബാക്ടീരിയകളാണ് അതിനെ ഈ നമ്മുടെ വയറിൻ്റെ നമ്മൾ ചെല്ലുന്ന ഭക്ഷണത്തിന് അതിനെ ദഹിപ്പിച്ച് അതിന് ഘടകങ്ങൾ വേണ്ടുന്ന ഭാഗങ്ങൾക്ക് എത്തിച്ച് കിഡ്നി സ്വീകരിച്ച് കിഡ്നി മറ്റുള്ള രക്തത്തിലേക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവൻ്റെ തുടിപ്പുകൾ നിലനിൽക്കുന്നത് ഈ ബാക്ടീരിയകൾ ഇതിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ ബാക്ടീരിയകൾ നശിക്കുക അത് നമ്മുടെ വയറ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. സേഫ്റ്റി ടാങ്കിൽ നമ്മൾ സോപ്പ് വെള്ളം അങ്ങനെയുള്ള സേഫ്റ്റി ടാങ്കുകൾ അത് വേറെ തന്നെ ടാങ്ക് വേണം. അതിന് വേറെ ടാങ്ക് നമ്മളൊക്കെ അങ്ങനെ ചെയ്യണം. അങ്ങനെ കക്കൂസിൻ്റെ ടാങ്ക് വേറെ, വെള്ളം വീട്ടിൽ പിന്നെ യൂസ് ചെയ്യുന്നതും കുളിക്കുന്നതും തിരുമ്പുന്നതും അത് വേറെ, അങ്ങനെ 2 ടാങ്കുകളാണ്. അപ്പോൾ ആ ഈ സേഫ്റ്റി ടാങ്കിലേക്ക് നമ്മുടെ സോപ്പിൻ്റെ മറ്റേ ആസിഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെന്നാൽ ആ അണുക്കൾ ചാവും. അണുക്കൾ ചെത്താൽ ഈ മാലിന്യങ്ങൾ എന്തില്ല അങ്ങനെ കിടക്കും. അത് നിറയും. 50 കൊല്ലം കൊണ്ട് നമ്മൾ 50 കൊല്ലം 100 കൊല്ലമൊക്കെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ വലിയൊരു അലാക്കിൻ്റെ കുഴിക്കുക. അത് എന്ത് ചെയ്യും, അത് അങ്ങനെ ദഹിക്കാണ്ട് നിറഞ്ഞ് അത് പുറത്തേക്ക് എന്ത് ചെയ്യും, നാറി വീട്ടിൻ്റെ ഉള്ളിൽ നാറും. അത് നിറഞ്ഞ് അതിലത്തെ ഗ്യാസും അതൊക്കെ കൂടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കക്കൂസിൽ കയറും, വീട്ടിനുള്ളിൽ കയറും, വീട് നാശമാവും, പരിസരം നാശമാവും, മുഴുവൻ നാശമാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, സോപ്പുള്ള ആസിഡ് പോലത്തെ സാധനങ്ങളൊന്നും അതിലേക്ക് എത്തിക്കാണ്ടിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ വയറ്റിൽ ഒരു അണുക്കൾ 2 ബാക്ടീരിയ ഉണ്ട് നമ്മുടെ വയറ്റിൽ. ഒന്ന് നല്ല ബാക്ടീരിയ ഉണ്ട്, ഒന്ന് ചീത്ത ബാക്ടീരിയ ഉണ്ട്. ഈ നല്ല ബാക്ടീരിയയാണ് നമ്മുടെ ഈ ഭക്ഷണത്തിനെ ശരിപ്പെടുത്തിയിട്ട് പാകപ്പെടുത്തിയിട്ട് അതിനുള്ള പോഷകങ്ങൾ, അതിലുള്ള നമുക്ക് മനുഷ്യന് ആവശ്യമായ ഘടകങ്ങൾ നമ്മുടെ ഈ രക്തത്തിലേക്കും മറ്റുള്ളവർക്കും സപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ? അത് നമ്മൾ ഈ കഴിക്കാൻ പറ്റാത്ത ഒന്ന് ഈ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ